സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം തമ്മിൽ കണ്ട പോലെ വി ആർ ഗോയിങ് ടു ബാംഗ്ലൂർ. അപ്പോൾ ഇന്ന് 9:30-ക്കാണ് ബസ്സിൻ്റെ സമയം. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഡയപ്പർ ബാഗിലാണ് അവൻ്റെ എല്ലാ സാധനങ്ങളും വെക്കാറ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. മതേർലിയുടെ ബ്രാൻഡാണ്. നല്ല ഒരു ഡയപ്പർ ബാഗാണ്. ഒരു ഒതുക്കമുള്ള ടൈപ്പ് ബാഗാണ്. ഒരുപാട് വലുതല്ല എന്നാൽ ഒരുപാട് ചെറുതുമല്ല. ഡയപ്പർ ബാഗിൻ്റെ താഴത്തായിട്ട് ഞാൻ ഫുള്ള് ഡയപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും. സോ ഡയപ്പർ മാത്രമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ സൈഡിലായിട്ട് അവൻ്റെ റാഷ് ക്രീം, മെഡിസിൻസ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ കുറേ ടവൽസ് വെച്ചിട്ടുണ്ട്, താഴത്ത് ടർക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി ഔട്ട്ഫിറ്റ്സ് എല്ലാം ഇതിലേക്ക് പാക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ സാക്കിയുടെ ഔട്ട്ഫിറ്റൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ഇടുവൊന്നുമില്ല, പക്ഷേ ഒരു ഉറപ്പിന് വേണ്ടി എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതെല്ലാം ഇനി മടക്കി ഒതുക്കി ഇതായി പെട്ടിയിലേക്ക് ആക്കണം. അപ്പോൾ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി കുറേ സാധനങ്ങൾ ബാക്കി. സാക്കി ഹായ് പറഞ്ഞേ. ഹായ്. നമ്മൾ അമ്മേൻ്റെ കടയിൽ നിന്ന് ബർഗർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ബർഗറാണ്. 99 റുപ്പീസ് എന്തോ ഉള്ളൂ. അഫോർഡബിൾ റേറ്റിന് നല്ല അടിപൊളി സാധനം. അതായത് ക്രിസ്പി ചിക്കൻ അല്ല, സോറി, ഫ്രൈഡ് ചിക്കനാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നത്. നല്ല ഫില്ലിംഗ് ഉണ്ട്. ഞങ്ങളെപ്പോഴും അവിടെ നിന്ന് കൂടുതൽ കഴിക്കുന്നത് ഈ ഒരു ബർഗറാണ്. പിന്നെ അമ്മീൻ്റെ കടയിൽ നിന്ന് കോൾഡ് കോഫിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് സാക്കീനെ ഉറക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം ബാംഗ്ലൂർ എത്താറായിട്ടുണ്ട്. രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ല. സാക്കി ബാംഗ്ലൂർ 3 days. 3 days. ബിരിയാണി എങ്ങനെയുണ്ട്? ചത്തു ഗൈസ്, ചത്തു. മെട്രോയിലെ ടിക്കറ്റ് ഉണ്ടോ? ഭയങ്കര വ്യത്യാസമുണ്ട്. അങ്ങനെ നമ്മൾ മെട്രോ കയറാൻ പോവാണ്. സാക്കിയുടെ ഫസ്റ്റ് മെട്രോയാണ്. ഗൈസ്, നമ്മളിപ്പോൾ പോകാൻ പോണത് ഐക്യയിലേക്കാണ്. മെട്രോ വഴി പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. എവിടെയെന്ന് എനിക്കറിയാൻ അങ്ങടെ പോണേന്ന് പറഞ്ഞ് ഷെയ്ം പറഞ്ഞതാ. നാഗസാൻഡ്ര, എനിക്കറിയില്ല ഗൈസ് ഇവിടുത്തെ പ്ലേസ് ഒക്കെ. ഇങ്ങനെയാണ് ഇവിടെ ഇതിനും പോന്നിട്ടുള്ളത്. ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ബാംഗ്ലൂർ ഐക്യയിലേക്കാണ്. കുറേ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ
എന്താ ഏകദേശം 1.5 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്തു മെട്രോയില്. നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെ ഉണ്ട്, വന്നത് വേർത്താണോ എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. നമുക്ക് വീട്ടിലെങ്ങനെ എല്ലാം ഓർഗനൈസ് ചെയ്യണമെന്ന് ഇങ്ങനെ ഇവിടെ വന്നാലും മനസ്സിലാവും. എല്ലാം ഒരു അത്ര നല്ലതായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, കുറേ വാർഡ്രോബ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. ഓർഗനൈസേഴ്സാണ് കൂടുതലും നമുക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ തോന്നുന്നത്. ബാക്കി നല്ലതാണോ? ഗൈസ്, ഒരു ഓർഗനൈസിങ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ മാത്രം നിങ്ങളിവിടേക്ക് വന്നാൽ മതി. എനിക്കിഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ നോക്കി നടക്കുന്നു. പക്ഷേ ഈ മനുഷ്യനത് ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾക്ക് പുതിയ വീടൊക്കെ പണിയാൻ അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ ഇവിടേക്ക് വരാണെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെ ചെയ്യണം. റൂംസും ഈവൻ ടോയ്ലറ്റ്സ്, കിച്ചണെല്ലാം നമുക്കൊരു നല്ല ഐഡിയ കിട്ടും എങ്ങനെ ചെയ്യണമെന്ന്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. സോറി.